എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 19 അതായത് ഈ ദിവസം ലോട്ടറി ഭാഗ്യത്തിലൂടെ സമ്പന്നതയിലേക്ക് കടക്കാൻ സാധ്യതയുള്ള കുറച്ച് നക്ഷത്രക്കാരെക്കുറിച്ചും വരുന്ന ഒരാഴ്ച കാലം ഇതേ ഭാഗ്യം തുടർന്ന് ലഭിക്കുന്ന നക്ഷത്രജാതകരെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന ഈശ്വരാനുഗ്രഹങ്ങളും നമുക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. അതോടൊപ്പം ഓരോ നക്ഷത്ര ജാതകരും തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യ നമ്പറുകളും ഒന്ന് അറിഞ്ഞിരിക്കാം. ഈ ഒരു ദിവസം തൊട്ട് അടുത്തൊരാഴ്ച കാലം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പു തന്നെയാണ്. വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കും മുൻപ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ സഹായത്താൽ ഇവർക്ക് സമ്പന്ന യോഗം തെളിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. ബുധൻ, സൂര്യൻ എന്നിവരും സഹായസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. കർമ്മസ്ഥാനത്ത് ശനി തൊഴിൽ സാധ്യതകൾ ഇവർക്ക് ഒരുപാട് ഗുണം ചെയ്യാനും സഹായിക്കുന്നുണ്ട്. വ്യാഴസ്ഥിതിയും അനുകൂല അവസ്ഥ തന്നെയാണ്. ഈ നക്ഷത്ര ജാതകർ തിരഞ്ഞെടുക്കേണ്ടത് 11, 78, 79 എന്നീ സംഖ്യകളിലുള്ള ലോട്ടറികൾ ഇടവക്കൂറിൽ പിറന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ ആഴ്ചയിൽ ലോട്ടറി ഭാഗ്യത്തിലൂടെ സമ്പന്നതയിൽ എത്താൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സാമ്പത്തിക പുരോഗതിക്കൊപ്പം തന്നെ ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കവും നിലനിർത്താൻ ഇവർക്ക് സാധിക്കും. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഒരു താമസവും കൂടാതെ നേടിയെടുക്കാൻ അവസരങ്ങളുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങളും ഉണ്ടാകും. യാത്രകളിൽ ധനം, ആഭരണാദി കാര്യങ്ങൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. സ്വയം തൊഴിലിൽ അല്പാൽപം നേട്ടങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വന്നു ചേരും. പുതിയ സുഹൃത്തുക്കളുമായി കച്ചവട ബന്ധത്തിനും അനുകൂല സമയമാണ്. യന്ത്രവ്യാപാരം, റിയൽ എസ്റ്റേറ്റ് എന്നിവ നടത്തുന്നവർക്ക് അല്പം ആശ്വാസകാലമാണ്. സജ്ജനങ്ങളിൽ നിന്ന് കാര്യലാഭം, ബന്ധുജന സമാഗമം ഇവ അനുഭവത്തിൽ വന്നു ചേരും. പുതിയ സംരംഭങ്ങളോ കരാറുകളോ താൽക്കാലികമായി നിർത്തിവെക്കണം. ധനാഗമം ഉണ്ടാകും. തുല്യമായ വ്യയവും വന്നു ചേരും. ചെറിയ ചെറിയ യാത്രകൾക്ക് അനുകൂല അവസ്ഥയാണ്. നാണ്യവിളകൾ സംഭരിച്ചു വെക്കുന്നത് പിന്നീട് ലാഭവും കൊണ്ടുതരും. ഇവർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണന് പാൽപായസം, ഗുരുവായൂർ ദർശനം, ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നോക്കാം മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാരെ ഭാഗ്യം തുണയ്ക്കുന്നത് എങ്ങനെയെന്ന്. മിഥുനക്കൂറുകാർക്ക് സമയം പൊതുവെ അനുകൂലം തന്നെയാണ്. ഇവർ 17, 23, 20 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ ജനുവരി 19 മുതൽ ഉള്ള ഒരാഴ്ച കാലം വളരെ അനുകൂലമായിട്ട് തന്നെ വരും. സ്വന്തം പ്രയത്നം കൊണ്ടും സ്നേഹിതരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഗൃഹം മോടി പിടിപ്പിക്കാൻ സാധിക്കും. കല, കവിത രചന എന്നിവയിൽ പ്രാവീണ്യം ഉള്ളവർക്ക് അത് കൂടുതൽ പഠിക്കുന്നതിനും തദ്വാര നേട്ടങ്ങളും കീർത്തിയും ഉണ്ടാക്കാനും അവസരം ലഭിക്കും. സന്താനങ്ങൾക്ക് അപ്രതീക്ഷിതമായി നല്ല തൊഴിൽ കിട്ടുന്നതിനും വിദേശവാസത്തിനും യോഗം കാണുന്നു. വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും. സൂര്യൻ്റെ സഹായ സ്ഥാനസ്ഥിതി, സ്ഥാനക്കയറ്റം, ഇഷ്ടദേവത ചൈതന്യം, നാനാ രീതിയിലുള്ള വരുമാനം എന്നിവ സമ്മാനിക്കും. ഭാഷാ പരിജ്ഞാന പരിമിതി ഉള്ളവർക്ക് പരിശീലനത്തിലൂടെ വിജയം നേടാൻ സാധിക്കും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായി ഭവിക്കും. ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് നീരാജനം, ശിവന് ജലധാര,
ഗണപതിക്ക് അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വ്യാഴന്റെ സ്ഥിതി ഇവർക്ക് പൊതുവെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. സൂര്യൻ 2-ൽ, കൂടെ ചൊവ്വയും ബുധശുക്രന്മാരും അനുകൂല അവസ്ഥയിൽ തന്നെ ഇവരോടൊപ്പം ഉണ്ട്. 4-ൽ കേതുവും 8-ൽ ശനിയും കർമ്മസ്ഥാനത്ത് സർപ്പനും വ്യാഴനും 12-ൽ ശുക്രനും നിൽക്കുന്നു. ഇവർ 11, 99, 32, 71 എന്നീ സംഖ്യകളിലൊക്കെ അവസാനിക്കുന്ന ലോട്ടറികൾ ഒന്ന് തിരഞ്ഞെടുത്താൽ സാമ്പത്തിക പുരോഗതി ജനുവരി 19 മുതൽ ഒരാഴ്ച കാലത്തിനുള്ളിൽ ഇവരെ തേടിയെത്തും. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇരുമ്പ്, മെഷീൻ, ഫാം ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സാഹചര്യം വളരെ അനുകൂലം തന്നെയാണ്. നാൽക്കാലികളെ വളർത്തുന്നവർ സാമ്പത്തിക നേട്ടവും അഭിവൃദ്ധിയും നേടിയെടുക്കും. പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് സമയം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ ലഭിക്കുന്നതിന് യോഗവും ഭാഗ്യവും ഉണ്ട്. ഭർതൃസൗഖ്യം. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്വദേശത്തേക്ക് പോകാനും ബന്ധുക്കളോടൊപ്പം ഒരുമിച്ച് സമയം പങ്കിടാനും അവസരം ഉണ്ടാകും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹവും തൊഴിൽ രംഗത്ത് അനുകൂലമായി വന്നു ചേരും. കുടുംബ സ്വത്തുക്കൾ കൈവരുന്നതിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവ ഉണ്ടാകും. വാതരക്തസംബന്ധമായ ചില അസുഖങ്ങൾ വന്നുപെടും. പൂർവികർക്ക് വേണ്ടി പുണ്യകർമ്മങ്ങൾ നടത്തുന്നതിന് ഈ കൂറുകാർക്ക് ഐശ്വര്യം ഉണ്ടാകും. ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് അർച്ചന, ദേവിക്ക് കുങ്കുമാർച്ചന, ശിവന് ജലധാര എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സൂര്യൻ്റെ അനുകൂല ഭാവം അതുപോലെ ബുധൻ്റെ സഹായ സ്ഥാനവും ഇവർക്ക് സാമ്പത്തിക പുരോഗതി സമ്മാനിക്കും. 79, 19, 91, 61 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ തിരഞ്ഞെടുക്കാൻ ഈ സമയത്ത് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ ഇടവിട്ട് വിഷമത്തിൽ ആക്കിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും മാറിക്കിട്ടും. കുടുംബ സുഹൃത്തുക്കളുടെ സമാഗമം സന്തോഷം നൽകാൻ സാധ്യതകൾ കൂടുതലാണ്. പുതിയ ചിന്തകൾ മനസ്സിൽ വരികയും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാ വിജയം, എഴുത്തുകുത്തുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും നേട്ടങ്ങൾ, വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമായിട്ട് വരും. ചിലർക്ക് ഉന്നത പദവികൾ വഹിക്കുന്നതിനുള്ള അവസരം കിട്ടും. സന്താനങ്ങളെ കൊണ്ട് സുഖം, സന്തോഷം എന്നിവ ഉണ്ടാകും. ഗൃഹനിർമ്മാണാദി കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരും. ട്രസ്റ്റ്, കമ്മിറ്റികൾ എന്നിവയിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പൊതുവെ 35 വയസ്സ് മുതൽ 73 വയസ്സ് പ്രായത്തിൽ ഉള്ളവർക്ക് അനുകൂല അവസ്ഥകൾ ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്ന്, ഗൃഹത്തിൽ നിന്നും സർക്കാരിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇടവിട്ട് തലവേദന, കഫസംബന്ധമായ അസുഖങ്ങൾ, പനി, ചുമ തുടങ്ങിയ ഉഷ്ണരോഗങ്ങൾ ഇടവിട്ട് ശല്യം ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവന് ജലധാര, മുരുകന് പഞ്ചാമൃത അഭിഷേകം, ഇഷ്ടദേവതാ വന്ദനം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാങ്കേതിക വിദ്യാ പഠനത്തിനും ഉത്തമകാലമാണ്. ഇവർ 19, 71, 20, 43 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ ഈ സമയത്ത് തിരഞ്ഞെടുക്കുക. സാമ്പത്തിക ഉന്നതി ഉറപ്പായിട്ടും ലഭിക്കും. വ്യവസായത്തിൽ നിന്നും ചില ലാഭങ്ങളും ഈ സമയത്ത് ലഭിക്കും. ഊഹക്കച്ചവടം, പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ധനലാഭം പ്രതീക്ഷിച്ചു തുടങ്ങുന്ന എല്ലാ പദ്ധതികളും പ്രതീക്ഷയ്ക്കൊത്ത് ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും. സന്താനങ്ങളിൽ നിന്നും പൂർണ്ണമായ അനുകൂല സമീപനവും ഉണ്ടാകും. അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിശ്ചയിച്ച വിവാഹം അനുകൂല സ്ഥിതിയിൽ വന്നു ചേരും. കായിക രംഗത്തുള്ളവർക്ക് കാലം ഉത്തമമാണ്. പല നല്ല കാര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ നടക്കും.
തൽക്കാലം വ്യാപാര ബന്ധവുമായും മറ്റും പണം മുടക്കാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക. ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് വിഷ്ണുവിന് പാൽപായസം, നാഗക്ഷേത്ര ദർശനം, 100 പാലും വഴിപാടുകൾ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കാതെ ഇരിക്കുക.